അംബേദ്കറാണ് രാജ്യം, ഭരണഘടനയാണ് ആത്മാവ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഭരണഘടനാ സംരക്ഷണ സദസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംഘർഷ സദസ്സിനെ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി വിവിധ പാർട്ടികളുടെയും സംഘടനകളുടെയും ഒക്കെ നേതാക്കന്മാർ വേദിയിലെത്തിയിട്ടുണ്ട്. കുറ്റ്യാടി ജില്ലാ ജഡ്ജി മുഹമ്മദ് ഇബ്രാഹിം, KDP സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സതീഷ് പാണ്ടനാട്, BSP ജില്ലാ പ്രസിഡന്റ് മധു നെടുമ്പാല, വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ഷാജി റസാഖ്, കേരള മനുഷ്യാവകാശ സമിതി അംഗം K രമണൻ, VCK ജില്ലാ കോർഡിനേറ്റർ അജാ കോമളൻ, CSDS അടൂർ താലൂക്ക് പ്രസിഡന്റ് സുരേഷ് മണക്കാല ഉൾപ്പെടെ പാർട്ടിയുടെ ജില്ലാ മണ്ഡലം ഭാരവാഹികളെ, ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന 7.5 പതിറ്റാണ്ട് പിന്നിടുകയാണ്. ഈ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇന്ത്യയുടെ തെരുവുകളിൽ വിവിധങ്ങളായ പ്രക്ഷോഭങ്ങൾ നടക്കുന്നത് നമുക്കറിയാം. ഒരു രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് തെരുവിലിറങ്ങേണ്ടി വരുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം എന്തുകൊണ്ടാണ് സംജാതമായത് എന്ന് നമുക്കറിയാം. ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളെയും ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന പദ്ധതികളെയും ഒക്കെ നിരാകരിക്കുകയും ആമരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് നിരന്തരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP അധികാരത്തിലേറിയതിനു ശേഷം നടന്നിട്ടുള്ള സംഭവവികാസങ്ങളെല്ലാം ഇതെന്ന് നമുക്കറിയാം. 1971 അലഹബാദിൽ വെച്ച് കൂടിയ ഹിന്ദു അഡ്വക്കേറ്റ്സ്മാരുടെ ദ്വിദിന യോഗത്തിൽ കൺവെൻഷനിൽ വെച്ച് ആ 2 ദിവസം നീണ്ടു നിൽക്കുന്ന കൺവെൻഷനിൽ ഒരു പ്രമേയം പാസാക്കുകയുണ്ടായി. ആ പ്രമേയത്തിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഇന്ത്യ രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്, ഈ രാജ്യത്തെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങൾ ഇല്ലാതാക്കുന്നതിന് ഈ ഭരണഘടന ഒരിക്കലും പരിഹാരമല്ല. ഈ ഭരണഘടന എന്ന് പറയുന്നത് അതൊരുപാട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൈക്കൊണ്ടിട്ടുള്ള ഇന്ത്യ രാജ്യത്തെ സ്മൃതികളുടെയും വേദങ്ങളെയും ഒക്കെ നിരാകരിച്ചുകൊണ്ടുള്ള ഒരു ഭരണഘടനയാണ് ഈ രാജ്യത്ത് നിലവിലുള്ളത്. അതുകൊണ്ട് ഈ രാജ്യത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്, ഈ രാജ്യത്തെ ശരിയായ വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മനുസ്മൃതിയാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടനയായി വരേണ്ടത് എന്ന് 1971 പ്രമേയം പാസാക്കിയിട്ടുള്ള ആളുകൾ അതിനെ തുടർന്ന് നിരന്തരം ഇന്ത്യ രാജ്യത്ത് പല സന്ദർഭങ്ങളിലായി, പല സാഹചര്യങ്ങളിലായി, പല സമയങ്ങളിലായി ഈ ഭരണഘടനയ്ക്കെതിരെ എന്തൊക്കെ പറയാൻ പറ്റുന്നുവോ മുഴുവൻ സമയങ്ങളിലും ഭരണഘടനയ്ക്കെതിരായി നിലയുറപ്പിച്ചതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ബാബാസാഹേബ് അംബേദ്കറെ കിട്ടാവുന്ന സന്ദർഭങ്ങളിലൊക്കെ മോശമായി ചിത്രീകരിച്ചതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പാർലമെന്റിൽ അമിത്ഷാ നടത്തിയിട്ടുള്ള പരാമർശം എന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു പരാമർശം
അംബേദ്കർക്കെതിരായി ഉണ്ടായപ്പോ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി പാർലമെന്റിൽ ചില ഒച്ചപ്പാടുകൾ ഈ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ ഉണ്ടാക്കി എന്നല്ലാതെ അതിനെതിരായി ഈ രാജ്യത്തെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ശക്തമായ പ്രതിഷേധം ഉയർത്താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ മറ്റ് പ്രതിപക്ഷ കക്ഷികൾക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ കണ്ടു മനസ്സിലാക്കിയിട്ടുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഈ രാജ്യത്ത് മഹാഭൂരിഭാഗം വരുന്ന ജനത ദേവതുല്യം കരുതുന്ന ബാബ അംബേദ്കറെയാണ് വളരെ മോശപ്പെട്ട, വളരെ നീചമായ ഭാഷയിൽ അപഹസിച്ചത് എന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു പ്രസ്താവന, ഒരു പ്രഖ്യാപനം അമിത്ഷാ നടത്തിയപ്പോ വളരെ മോശമായ രീതിയിൽ അംബേദ്കറെ കുറിച്ച് പറഞ്ഞപ്പോ അംബേദ്കർ 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 എന്നിങ്ങനെ ഒരുപാട് തവണ നിങ്ങൾ പറയേണ്ടതില്ല. അങ്ങനെ ദൈവത്തിന്റെ പേര് പറയുകയാണ് എങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം എന്ന് അമിത്ഷാ പറഞ്ഞപ്പോ ഇന്ത്യ രാജ്യത്തെ 21 സംസ്ഥാനങ്ങളിൽ തെരുവുകളിൽ നിന്നുകൊണ്ട് അമിത്ഷാ വിജയിച്ച ഗുജറാത്തിലെ ഗാന്ധിനഗർ മണ്ഡലത്തിൽ ഉൾപ്പെടെ SDPIയുടെ നക്ഷത്രാങ്കിത രക്തഹരിത പതാക പിടിച്ചുകൊണ്ട് 21 സ്റ്റേറ്റുകളിലായി ഇന്ത്യയുടെ തെരുവുകളിൽ അംബേദ്കർ അംബേദ്കർ അംബേദ്കറാണ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ച ഒരു പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് നമ്മൾ അറിയണം. ഞാൻ സൂചിപ്പിച്ചുവല്ലോ, ഭരണഘടനയ്ക്ക് എതിരായിട്ട് ആദ്യമായിട്ടല്ല സംഘപരിവാറും BJPയും ഹിന്ദുത്വ സംഘടനകളും ഒക്കെ രംഗത്തേക്ക് വരുന്നത്. പലപ്പോഴായി അവർ ഈ ഭരണഘടനയെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾ അതിനെതിരെ ശക്തമായി നിലയുറപ്പിച്ചത് കൊണ്ട് അതവർക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നേയുള്ളൂ. എന്താണ് ഇന്ത്യൻ ഭരണഘടന ലോകത്തെ മറ്റു ഭരണഘടനകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. ഈ രാജ്യത്തെ ജനങ്ങളെ മനുഷ്യരായി പരിഗണിച്ചിട്ടുള്ളത്, മനുഷ്യരായി അംഗീകാരം ലഭിച്ചിട്ടുള്ളത് ഈ രാജ്യത്ത് ഭരണഘടന വന്നതിന് ശേഷമാണ് എന്ന് നമുക്കറിയാം. പട്ടിക്കും പൂച്ചയ്ക്കും വഴി നടക്കാവുന്ന പ്രദേശങ്ങളിലൂടെ, വഴികളിലൂടെ ഈ രാജ്യത്ത് ഒരു പ്രത്യേക ജാതിയിൽ ജനിച്ചുപോയി എന്നതിന്റെ പേരിൽ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. 19ാം നൂറ്റാണ്ടിന്റെ അന്ത്യദശകങ്ങളിലും 20ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലങ്ങളിലുമൊക്കെ ഈ രാജ്യത്ത് റോട്ടിലൂടെ സഞ്ചരിക്കാൻ ഇവിടുത്തെ പിന്നാക്ക ജനവിഭാഗങ്ങൾക്ക് അവകാശമുണ്ടായിരുന്നില്ല. മഹാരാഷ്ട്രയിലെ പൂന മാർക്കറ്റുകളിൽ രാവിലെയും വൈകിട്ടും ദളിതുകൾക്ക് നീളം കൂടും. അങ്ങനെ ഈ സവർണർ വരുന്ന സമയത്ത് മാർക്കറ്റുകളിൽ, അങ്ങാടികളിൽ, തെരുവോരങ്ങളിൽ സാധാരണക്കാരായ ഈ രാജ്യത്തെ മണ്ണിന്റെ മക്കൾ അവർ വന്നു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ സൂര്യപ്രകാശം തട്ടിയാൽ അവരുടെ നിഴലിന്റെ നീളം കൂടിയത് കൊണ്ട് ആ നിഴലിലെങ്ങാനും ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിന്ന് അവർക്ക് മാറുമടക്കാൻ, അവർക്ക് വസ്ത്രം ധരിക്കാൻ, പൊതുനിരത്തിൽ നടക്കാൻ, പൊതുകിണറ്റിൽ നിന്ന് വെള്ളം പിടിക്കാൻ, മനുഷ്യരായി ആത്മാഭിമാനത്തോടുകൂടി എണീറ്റ് നിൽക്കാൻ അവരെ പ്രാപ്തമാക്കിയത് ഈ ഭരണഘടനയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഓരോ ജാതികൾക്കും മലയാള ഭാഷ പറയുന്നതിന് പരിമിതികൾ ഉണ്ടായിരുന്നു. അവരുടെ മക്കൾക്ക് നല്ല പേര് കൊടുക്കുന്നതിന്, നല്ല പേരിട്ട് വിളിക്കുന്നതിന് പരിമിതികൾ ഉണ്ടായിരുന്നു. നല്ല വസ്ത്രം ധരിക്കുന്നതിന് പരിമിതികൾ ഉണ്ടായിരുന്നു. 1936 കണ്ണൂര് ഒരു പുലയ ജാതിയിൽപ്പെട്ട ഒരാൾ വെള്ളമുണ്ടെടുത്തതിന് പുലയൻ വെള്ളമുണ്ടെടുത്ത് എന്ന് പറഞ്ഞുകൊണ്ട്, പുലയച്ചാത്തോർ വെള്ളമുണ്ടെടുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചു കൊന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലാണ്. നമുക്കറിയാമല്ലോ, ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയില് കരം പിരിക്കാൻ വേണ്ടി, മുലക്കരം കൊട്ടിരിക്കാൻ വേണ്ടി വന്നപ്പോ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മുലയറുത്തു കൊടുത്തത് അത് വാഴയിൽ വെച്ചു കൊടുത്തുകൊണ്ട് നികുതി അടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ചത് നമ്മുടെ കേരളത്തിലാണ്. 1931 ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ഹൈസ്കൂളിലെ, ചേർത്തല ഗവൺമെന്റ് സ്കൂളിലെ ഈഴവ ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് പ്രവേശനം കൊടുത്തപ്പോ അവിടെയുള്ള നായർ സമൂഹത്തിൽപ്പെട്ട ആളുകൾ അതിനെതിരെ ഹൈവേ ഉപരോധിച്ചുകൊണ്ട് സമരം നടത്തി. അവർക്ക് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയ്യങ്കാളി തിരുവനന്തപുരം ജില്ലയിലെ പുലയ കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി നടത്തിയ സമരങ്ങളെ കുറിച്ച് നമുക്കറിയാം. ഞങ്ങളുടെ കുട്ടികൾക്ക് അക്ഷരാഭ്യാസം കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വയലുകളിൽ ഒട്ടിപ്പല്ല് മുളപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ലോകം കണ്ട ആദ്യത്തെ കർഷക സമരത്തിന് നേതൃത്വം കൊടുക്കേണ്ടി വന്നത് ഈ രാജ്യത്താണ്. ഇങ്ങനെ മനുഷ്യരെ
മനുഷ്യരായി പരിഗണിക്കാതിരുന്നത്. 1927 ഒറ്റപ്പാലം ജില്ലയിലെ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ശിവരാമൻ എന്ന് പറയുന്ന ഒരു ഈഴവ യുവാവ് ഒരു നായർ കടയിൽ കയറിയിട്ട് പറഞ്ഞു ഉപ്പ് വേണമെന്ന്. അന്നത്തെ സാമൂഹിക സാഹചര്യം വെച്ചുകൊണ്ട്, അന്തരീക്ഷം വെച്ചുകൊണ്ട് ഒരിക്കലും ഈഴവ ജാതിയിൽപ്പെട്ട ആളുകൾക്ക് ഉപ്പ് എന്ന് പറയാൻ പാടില്ല. അവർ അതിന് പറയേണ്ടത് പുളിച്ചാത്തൻ എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. ശരിയായ മലയാളം പോലും ഉപയോഗിക്കാനുള്ള, അക്ഷരം ഉപയോഗിക്കാനുള്ള, ഭാഷ ഉപയോഗിക്കാനുള്ള അവകാശം പോലും അവർക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു. അങ്ങനെ ആത്മാഭിമാനമുള്ള ആ ശിവരാമൻ എന്ന് പറഞ്ഞ യുവാവ് ഉപ്പ് എന്ന് ചോദിച്ചപ്പോ ആ നായരായ കടയുടമ അദ്ദേഹത്തെ തല്ലിക്കൊല്ലുകയുണ്ടായിട്ടുള്ളത്. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് എടുക്കാൻ കഴിയും. അതിന്റെ വിവിധങ്ങളായ ഉദാഹരണങ്ങൾ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. ചത്ത പശുവിന്റെ തോലുരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ദളിതുകളോട് ജീവനോടെ കൊല്ലുന്നത്, സവർണന്റെ കൃഷിഭൂമിയിലേക്ക് പോയ പശുവിനെ പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടി ആ ഭൂമിയിലേക്ക് കടന്നു, കൃഷിഭൂമിയിലേക്ക് കടന്നു എന്ന് പറഞ്ഞുകൊണ്ട് നഗ്നയാക്കിയിട്ട് തെരുവിലൂടെ നടത്തിക്കുന്നത് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓരോ 3 മണിക്കൂറിലും ഇന്ത്യ രാജ്യത്ത് ഒരു ദളിത് സ്ത്രീ ക്രൂരമായ മാനഭംഗത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന കണക്കുകള് നാഷണൽ ക്രൈം ബ്യൂറോവിന്റെ റെക്കോർഡ് ബ്യൂറോവിന്റെ കണക്കുകൾ പറയുന്നു. ഓരോ 1 മിനിറ്റിലും ഇന്ത്യ രാജ്യത്ത് ജാതീയമായ അവഹേളനങ്ങൾക്ക് ഒരു പിന്നാക്ക ജാതിക്കാരൻ വിധേയമായി കൊണ്ടിരിക്കുന്നു പറയുന്നു. ഇങ്ങനെ ഈ ജനവിഭാഗങ്ങൾക്ക് അന്തസ്സാർന്ന, അഭിമാനമാർന്ന ഒരു ജീവിതം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് ഈ ഭരണഘടന നൽകിയിട്ടുള്ള മഹത്തായ ഒരു പ്രവർത്തനം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരുപാട് നവോത്ഥാന നായകന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ പുസ്തക താളുകളിൽ. VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. VT ഭട്ടതിരിപ്പാട് മഹോന്നതനാണ് എങ്കിൽ ആർക്കു വേണ്ടിയാണ്? ഈ രാജ്യത്തെ പൊതുജനങ്ങൾക്ക് വേണ്ടിയല്ല അദ്ദേഹം ശ്രദ്ധിച്ചത്. ഇവിടുത്തെ ബ്രാഹ്മണ സമൂഹത്തിൽപ്പെട്ട, നമ്പൂരി സമുദായത്തിൽപ്പെട്ട ആളുകളുടെ പുരോഗമനത്തിന് വേണ്ടിയാണ്, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ്, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ആ ജനവിഭാഗത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ, അനാചാരങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് പ്രവർത്തിച്ചിട്ട് നവോത്ഥാന നായക പട്ടികയിലേക്ക് ഇടം പിടിച്ചിട്ടുള്ളത്. മന്നത്ത് പത്മനാഭൻ മറ്റൊരു നവോത്ഥാന നായകരാണ്. നായർ കമ്മ്യൂണിറ്റിയുടെ, നായന്മാരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു, അവരുടെ പുരോഗതിക്ക് വേണ്ടി സംസാരിച്ചു, അവരുടെ വിഷയങ്ങളിൽ ഇടപെട്ടു, ആ സമൂഹത്തിലുള്ള ദുരാചാരങ്ങൾക്കെതിരെ ഇടപെട്ടു എന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം കേരളത്തിൽ നവോത്ഥാന നായകനായിട്ട് അറിയപ്പെടുന്നത്. പക്ഷേ ഇവിടുത്തെ ദളിതുകൾ എന്ന് പറഞ്ഞ്, ദളിത് നവോത്ഥാന നായകൻ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തപ്പെടുന്ന ആളുകളെ നോക്കൂ. അയ്യങ്കാളി പണമരുതിയുള്ളത് ഈ രാജ്യത്തെ പൊതുവിടങ്ങൾ, പൊതുവിദ്യാലയങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നതിന് വേണ്ടിയാണ്. നിരത്തുകൾ പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ഈ രാജ്യത്തിന്റെ സമ്പത്ത്, ഈ രാജ്യത്തിന്റെ ഇടങ്ങൾ, രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാവർക്കുമായി ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഇവരിടപെട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഇടപെടലുകളിലൂടെ ആർജിച്ചെടുത്തൊരു വിപ്ലവബോധം, ആ പോരാട്ടങ്ങളിലൂടെ ഇന്ത്യയുടെ ഭരണഘടന വന്നതോടുകൂടി അവർക്ക് മനുഷ്യരായി പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തു. ആരുടെ മുന്നിലും എണീറ്റ് നിൽക്കാൻ കഴിയുന്ന ഒരു സാമൂഹിക സാഹചര്യത്തിലേക്ക് അവ ഉയർന്നു. തമ്പുരാനെ കാണുമ്പോ തമ്പുരാൻ എന്ന് വിളിക്കേണ്ടതില്ല. അവന്റെ കൃഷിയിടങ്ങളിൽ പട്ടിയെപ്പോലെ, കഴുതയെപ്പോലെ പണിയെടുക്കേണ്ടതില്ല. കൃത്യമായി കൂലി ചോദിക്കാനുള്ള അവകാശം അവനുണ്ടായി. പഠിക്കുന്നതിന് വേണ്ടിയുള്ള അവകാശം, വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയുള്ള അവകാശം, പൊതുനിരത്തിലൂടെ സഞ്ചരിക്കുന്നതിന് വേണ്ടിയുള്ള അവകാശം, പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അവകാശം, ഇതെല്ലാം ഈ രാജ്യത്തെ ജനങ്ങൾ നേടിയെടുത്തിട്ടുള്ളത് ഈ ഭരണഘടന നിലവിൽ വന്നതോടുകൂടിയാണ്. അത് നിഷേധിക്കുമ്പോൾ ആരും ചോദിക്കാനില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഈ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു ഘട്ടം വരുമ്പോൾ അതിന് ചോദ്യം ചെയ്യാൻ ഇവിടെ കോടതികൾ നിലവിൽ വന്നതോടുകൂടിയാണ്. അങ്ങനെ ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ മനുഷ്യരായി പരിവർത്തിപ്പിക്കപ്പെട്ടു എന്ന ഒരു വലിയ ദൗത്യം ഭരണഘടനയുടെ
ഇംപ്ലിമെന്റേഷനിലൂടെ നടപ്പിലായപ്പോഴാണ് ഈ രാജ്യത്തെ വരേണ്യ വർഗങ്ങൾ ഭരണഘടനയ്ക്കെതിരായിട്ട് രംഗത്ത് വന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ സൂചിപ്പിച്ചു അനീഷ്, CAA നിയമത്തെ കുറിച്ച് സൂചിപ്പിച്ചു. അതിൽ പൗരത്വം കിട്ടുന്നതിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കൂടിയുണ്ട്. പ്രത്യക്ഷത്തിൽ അത് മുസ്ലിങ്ങൾക്കെതിരാണ് ആ നിയമമെന്ന് നമ്മൾക്ക് തോന്നുമെങ്കിലും അതിനേക്കാൾ അപകടം പിടിച്ച മറ്റൊരു സാമൂഹിക അന്തരീക്ഷം CAA നിയമം ഈ രാജ്യം സൃഷ്ടിക്കപ്പെടും. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഏതൊരു ചരിത്രകാരനും എന്നും പറയുന്നു മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറി വന്നവരാണ് ആര്യന്മാർ എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അതാണ് ചരിത്രപരമായ വസ്തുതകൾ. ഇന്ന് ലഭ്യമായിട്ടുള്ള മുഴുവൻ തെളിവുകളും പറയുന്നത് മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറി വന്നവരാണ് ആര്യന്മാരെന്ന്. അങ്ങനെ ഇന്ത്യയിലേക്ക് കുടിയേറി വന്നപ്പോ ഇവിടെ ഒരു ജനതയുണ്ടായിരുന്നു, തദ്ദേശീയരായ ഈ മണ്ണിന്റെ മക്കളുണ്ടായിരുന്നു. പൗരത്വം തെളിയിക്കുന്നതിന് വേണ്ട രേഖകള് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. പ്രധാനപ്പെട്ട 2 രേഖകളാണ് പറയുന്നത്. ഒന്ന് ഭൂമിയുടെ പേരിലുള്ള ഉടമസ്ഥതാവകാശം, മറ്റൊന്ന് വിദ്യാഭ്യാസ രേഖകൾ. ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചത് എന്നു മുതലാണ് എന്ന് നമുക്കറിയാം. അവരുടെയൊക്കെ പൂർവികര് 1000 ആണ്ട് 5000-ലധികം വർഷക്കാലമായി അക്ഷരങ്ങളുടെ ലോകത്ത് നിന്ന്, അറിവിന്റെ ലോകത്ത് നിന്ന് ആട്ടിയോടിക്കപ്പെട്ട ഒരു ജനതയ്ക്ക് എങ്ങനെയാണ് തങ്ങളുടെ പ്രാപിതാക്കന്മാരുടെ വിദ്യാഭ്യാസ രേഖകൾ സമർപ്പിക്കാനാവുക? ഈ രാജ്യത്തിന്റെ ഭൂമികൾ അത് ദേവസ്വങ്ങളുടേതാണ്, ബ്രഹ്മസ്വങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തദ്ദേശീയ ജനതയെ അതിക്രമിച്ചുകൊണ്ട് ഈ രാജ്യത്തെ കവർന്നെടുത്ത പരശുരാമന്റെ വിത്തിലൂടെ ഈ രാജ്യത്തിന്റെ ഭൂമി സായുധപരമായ ഏറ്റുമുട്ടലിലൂടെ കൈയടക്കിയ വരേണ്യർക്ക്, ഈ രാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക് ഓടിപ്പോകേണ്ടി വന്നു. അവർക്ക് ഭൂമിയുടെ പേരിലുള്ള അവകാശം ഈ വരേണ്യവർഗം, ആര്യബ്രാഹ്മണ വർഗം അവരിൽ നിന്ന് പിടിച്ചെടുത്തു. അങ്ങനെയുള്ള ആളുകൾക്ക് സ്വന്തമായി ഭൂമിയില്ലാത്ത, സ്വന്തമായി കൃഷിഭൂമിയില്ലാത്ത, വെറും വേലക്കാരായ അടിമകളായി പണി ചെയ്യുന്ന ഒരു ജനവിഭാഗത്തിന് എങ്ങനെയാണ് ഭൂമിയുടെ രേഖകൾ സമർപ്പിക്കാനാവുക? ഈ 2 രേഖകൾ സമർപ്പിക്കാനില്ലെങ്കിൽ പിന്നീട് പറയുന്ന മറ്റൊരു ഉപാധി എന്ന് പറയുന്നത് ഈ ഞങ്ങളുടെ പൂർവികർ മറ്റ് 5 വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന്, പാകിസ്ഥാനിൽ നിന്ന്, അതല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന്, മ്യാൻമറിൽ നിന്നൊക്കെയുള്ള തൊട്ടടുത്ത രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പിതാമഹന്മാർ, ഞങ്ങളുടെ പൂർവികർ കുടിയേറി പാർത്തവരാണ് എന്ന ഒരു സത്യവാങ്മൂലം ഈ ജനത കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ പൗരത്വം കിട്ടും. അങ്ങനെ രേഖാപരമായിട്ട് ഞങ്ങളുടെ പൂർവികർ ഈ രാജ്യത്തേക്ക് കുടിയേറി വന്നവരാണ്, ഇങ്ങോട്ട് കടന്നു വന്ന വൈദേശികരാണ് എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയാലാണ് അവർക്ക് പൗരത്വം കിട്ടുക. ഒരു ചരിത്ര സത്യത്തെ, ഒരു ചരിത്ര യാഥാർത്ഥ്യത്തെ എങ്ങനെയാണ് അടിമേൽ മറിച്ചിടുന്നത് എന്ന് നമ്മളൊന്ന് നോക്കണം. അത് ഈ രാജ്യം നടപ്പിലാകണമെങ്കിൽ അതിന് മുസ്ലിം വിരുദ്ധത പറയണം. ലോകത്ത് മുഴുവൻ നിലനിൽക്കുന്ന ഒരു ഇസ്ലാമോഫോബിക്കായ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിന്റെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് എല്ലാ ജനവിരുദ്ധമായ, എല്ലാ മനുഷ്യത്വ വിരുദ്ധമായ, ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങളെയും ഇവർ ചുട്ടെടുക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ രാജ്യത്ത് സംഘപരിവാറിന് അധികാരത്തിൽ വരാൻ സാധ്യമല്ല എന്ന് ആദ്യം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം RSS അവരുടെ സംവിധാനം ഉപയോഗിച്ച് നടത്തിയ പഠനത്തില് വ്യക്തമായി ബോധ്യപ്പെട്ടപ്പോഴാണ് വോട്ട് നിരോധനം വന്നിട്ടുള്ളത്. ആ വോട്ട് നിരോധനം ഇന്ത്യയിൽ ഒരൊറ്റ ആളുകൾക്കും അറിയില്ല, ഒരു പാർട്ടിക്കാർക്കും അറിയില്ല. നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ട് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ അറിവിലായുള്ള ഫണ്ട്, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലുള്ള ഫണ്ട് എത്രമാത്രം കുറവാണ് എന്ന് നമുക്കറിയാം. രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ച് കള്ളപ്പണം എത്രമാത്രമാണ് രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്തുന്നത് എന്ന് അറിയുന്നത് കൊണ്ടാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും ഇന്ത്യയിൽ ജനാധിപത്യം എന്ന് അസ്തമിച്ചു പോയിരിക്കുന്നു, ഇപ്പോൾ നിലവിലുള്ളത് പണാധിപത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വോട്ട് നിരോധിച്ചതിലൂടെ മാത്രമാണ് പിന്നീടും നരേന്ദ്രമോദിക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞത് എന്ന് ഇന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും നിരീക്ഷകരും ഒക്കെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അത് വോട്ട് നിരോധിക്കുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഉണ്ടാവുക, ഈ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങൾക്കും അതിന്റെ പ്രതിസന്ധികൾ, അതിന്റെ കെടുതികൾ നേരിടേണ്ടി വരുമെന്ന് ഉറപ്പാണല്ലോ. അതിനെ മറികടക്കുന്നതിന് വേണ്ടി അത് മുസ്ലിം തീവ്രവാദികൾക്ക് കള്ളപ്പണം എത്തുന്നത് തടയുന്നതിന് വേണ്ടിയാണ്, മുസ്ലിം ഭീകരരുടെ കയ്യിലുള്ള കള്ളപ്പണം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് എന്നൊരു പ്രചരണം നടത്തിയപ്പോ നമ്മുടെ സാമ്പ്രദായിക മതേതര പ്രസ്ഥാനങ്ങൾ വരെ ആരോപണങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കി കൂത്തുകൂത്തി വീഴുന്നതാണ് ഇന്ത്യയിലെ ജനങ്ങൾ കണ്ടിട്ടുള്ളത്.
ഞാൻ പറഞ്ഞു വന്നത് മുസ്ലിം വിരുദ്ധമായ പരാമർശങ്ങളിലൂടെ എന്ത് ജനവിരുദ്ധ നയങ്ങളും ചുട്ടെടുക്കാൻ കഴിയുന്ന അതിന് പാർലമെന്റിൽ ചർച്ച ചെയ്യേണ്ടതില്ല, അതിലെ എംപിമാരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കേണ്ടതില്ല, ഈ രാജ്യത്തെ ജനങ്ങളുടെ അഭിപ്രായം അറിയേണ്ടതില്ല. തട്ടുകടയിൽ ദോശ ചുട്ടെടുക്കുന്ന ലാഘവത്തോടുകൂടി നിയമങ്ങൾ ചുട്ടെടുക്കുന്ന ആളുകളാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ ഭരണഘടനയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ ഇടപെടലുകൾ രാജ്യത്ത് വളരെ വ്യക്തമായി ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അവര് പറയുന്നു ഞങ്ങളല്ലാത്തവർ മുഴുവൻ തീവ്രവാദികളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭീമ ഖൊറോവിൽ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ദളിതുകൾ അത് ഭീമ ഖൊറോവിനെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ സംഭവത്തെ ഓർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു യോഗം നടത്തിയപ്പോ അവർ തീവ്രവാദികളാണ്, അർബൻ നക്സലുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ പങ്കെടുത്ത പല ആളുകളും ഇപ്പോഴും ഇന്ത്യ മഹാരാഷ്ട്രയിലെ ജയിലിൽ കിടക്കുകയാണ്. സംഘപരിവാറിനെതിരായി BJPക്കെതിരായി അവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യത്വ വിരുദ്ധമായ ബ്രാഹ്മണ അനുകൂലമായ സവർണ അനുകൂലമായ നിയമങ്ങളെയും പദ്ധതികളെയും എതിർത്തതിന്റെ പേരിൽ ഒരുപാട് മനുഷ്യാവകാശ പ്രവർത്തകർ ഇന്ത്യ രാജ്യത്ത് ജയിലിൽ കിടക്കുകയാണ്. അതിനെതിരെ ശബ്ദിച്ച ആളുകളെ മൃഗീയമായി കൊലപ്പെടുത്തി ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗൗരി ലങ്കേഷ് എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന്, പാൻസാരി എങ്ങനെയാണ് കൊല ചെയ്യപ്പെട്ടത് എന്ന്, ഗോൾക്കർ എന്തിനു വേണ്ടിയാണ് കൊല ചെയ്യപ്പെട്ടത് എന്ന് വളരെ കൃത്യമായി നമുക്കറിയാം. സംഘപരിവാറിനെതിരായി സംഘപരിവാർ ഇന്ത്യ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങളെ, വംശീയ കലാപങ്ങളെ, വംശീയ ഇടപെടലുകളെ ചോദ്യം ചെയ്ത ആളുകളെയൊക്കെ കൊല്ലുകയോ തുറങ്കിലടക്കുകയോ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും അവര് പറയുന്നു ഞങ്ങളാണ് സമാധാന പ്രിയരെന്ന്. ഞങ്ങളാണ് സമാധാന പ്രിയർ. നിങ്ങൾ അവർ സമാധാന പ്രിയരാണ് ആണോ എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ പാർലമെന്റ് ആക്രമണത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ 1966 നടന്ന ഒരു പാർലമെന്റ് ആക്രമണത്തെ കുറിച്ച് ആരും ഇന്ന് ചർച്ച ചെയ്യാറില്ല. എന്തിന്റെ പേരിലാണ് ആ പാർലമെന്റ് ആക്രമണം നടന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം. ഗോവധം നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ പാർലമെന്റ് ആക്രമിക്കുന്ന, അതിന് തീയിടുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സമാധാന പ്രിയർ 1947 മഹാത്മാഗാന്ധിജിയെ വെടിവെച്ച് കൊന്നു. 48 ജനുവരി 30 മഹാത്മാഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് നമുക്കറിയാം. അങ്ങനെ ഇന്ത്യ രാജ്യത്ത് ആദ്യമായി നടന്ന ഒരു ഭീകരാക്രമണം മുതൽ ഇങ്ങോട്ട് ഈ 2025 അവസാനം വരെ നമ്മളിത് പരിശോധിച്ച് നോക്കുമ്പോൾ എണ്ണിയാലൊടുങ്ങാത്ത മനുഷ്യ മക്കളെ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, വിശ്വാസത്തിന്റെ പേരിൽ, അവർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ കൊന്നൊടുക്കിയ ഭീകരവാദി കൂട്ടമാണ് പറയുന്നത് ഞങ്ങളല്ലാത്ത മുഴുവൻ ആളുകളും ഇവിടെ ഭീകരവാദികളാണ് എന്ന്. ഞങ്ങൾ സനാതന ധർമ്മത്തിന്റെ ആളുകളാണ് എന്ന് പറയുന്നു. അതെ, നിങ്ങൾ സമാധാന പ്രിയരാണ്. കുലമഹിമയും കുലീനതയും അനന്തരം ലഭിച്ചവരാണ് നിങ്ങൾ. മാംസാഹാരം വർദ്ധിച്ചവരാണ് നിങ്ങൾ. രക്തത്തിന്റെ വിശുദ്ധി തലമുറകളായി കാത്തുപോരുന്നവർ കൂടിയാണ് നിങ്ങൾ. മണ്ണിലിറങ്ങി പണിയെടുക്കേണ്ടി വന്നിട്ടില്ലാത്തവരാണ് നിങ്ങൾ. തൃശൂലങ്ങൾ അരേറാമ്പിളികളോട് മനുഷ്യ ശരീരത്തിലേക്ക് കുത്തിയിറക്കി ഉന്മാദ നൃത്തം ചെയ്യുന്നവരാണ് നിങ്ങൾ. തൃശൂരങ്ങൾ അരേറാമ്പിളികളോട് മനുഷ്യ ശരീരത്തിലേക്ക് കുത്തിയിറക്കിയിട്ട് ഉന്മാദ നൃത്തം ചെയ്യുന്നവരാണ് നിങ്ങൾ. പോക്കളെ കൊല്ലുന്നത് പാപമായി കരുതുന്നവരാണ്. മനുഷ്യരെ ചുട്ടരിക്കുന്നത്, മനുഷ്യരെ കൊന്നൊടുക്കുന്നത് പുണ്യമായി കരുതുന്നവരാണ് നിങ്ങൾ. പോക്കളെ കൊല്ലുന്നത് പാപവും മനുഷ്യരെ കൊല്ലുന്നത് അത് പുണ്യമെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ഉള്ളിൽ ആഞ്ഞടിക്കുന്ന വംശീയതയുടെ കടലരംഭങ്ങളെ, ആ തിരമാലകളെ ഒരൊറ്റ ശ്രോതശ്രീയിൽ കൊണ്ട് ഭദ്രമാക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങളുടെ ഉള്ളിൽ അലയടിക്കുന്ന വംശീയതയുടെ കടലിരംഭങ്ങളെ ഒരൊറ്റ ശ്രോതശ്രീയിൽ കൊണ്ട് ഭദ്രമാക്കിയവരാണ് നിങ്ങൾ. അപരന്റെ രക്തവും മാംസവും അധികാരത്തിന് വേണ്ടി നിവേദിച്ചവരാണ് നിങ്ങൾ. പലതാണ് വിസങ്ങളെങ്കിലും ലക്ഷ്യമൊന്നാക്കി ഇരിക്കുന്നവരാണ് നിങ്ങൾ. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവരെ കോൺഗ്രസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, വിവിധങ്ങളായ രാഷ്ട്രീയ പാർട്ടികളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, വിവിധ മേഖലകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇസങ്ങളെല്ലാം
വെവ്വേറെയാണെങ്കിലും ലക്ഷ്യമൊന്നാക്കിയവർ സമത്വവും സ്വാതന്ത്ര്യവും എല്ലാവർക്കുമാണെന്ന വലിയ മുണകളുടെ പ്രചാരകരാണ് നിങ്ങൾ. ഈ രാജ്യത്ത് സമത്വവും സ്വാതന്ത്ര്യവും എല്ലാവർക്കും ഒരുപോലെയാണ് എന്ന വലിയ നുണയുടെ പ്രചാരകരാണ് ഞങ്ങൾ. നിങ്ങളുടെ ഇന്ത്യ ഒരു ജാതിയാധിപത്യ രാജ്യമാണെന്നും എല്ലാ ഇന്ത്യക്കാരും തുല്യരല്ലെന്നും രാജക്കൂറിനേക്കാൾ രാജക്കൂറ് കൊണ്ടു നടക്കുന്നവരാണ്, ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്നവരാണ് ഈ നാട് വാഴുന്നത് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. അതുകൊണ്ടാണ് സുഹൃത്തെ ഞങ്ങളുടെ പോരാട്ടങ്ങൾ നിലയ്ക്കാത്തത്. അതുകൊണ്ട് മാത്രമാണ് സുഹൃത്തെ ഞങ്ങളുടെ ശബ്ദമൊരിക്കലും നിലക്കരുതെന്ന് പറയുന്നത്. അതുകൊണ്ട് കൂടിയാണ് സുഹൃത്തെ മുട്ടിചുരുട്ടി തൊണ്ടപൊട്ടി ഇന്ത്യയുടെ തെരുവുകളിൽ ഞങ്ങൾക്ക് ദീപന്തങ്ങളായി കത്തിത്തീരേണ്ടി വരുന്നത്. ഈ രാജ്യത്തെ വിവിധ ജയിലറകളിൽ ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് കഴിയേണ്ടി വരുന്നത് സംഘപരിവാറിനെതിരെ ശക്തമായി നിലപാടെടുത്തു എന്നതുകൊണ്ട്, സംഘപരിവാറിനെതിരെ ശബ്ദിച്ചു എന്നതുകൊണ്ട്, സംഘപരിവാറിന്റെ അവരുടെ ഹിംസാത്മക ഹിന്ദുത്വ പ്രവർത്തനങ്ങളെ ജനങ്ങൾ അണിനിരത്തിക്കൊണ്ട് ഇന്ത്യയുടെ തെരുവുകളിൽ ചോദ്യം ചെയ്തു എന്നതുകൊണ്ടാണ് ഈ രാജ്യത്ത് SDPയുടെ 250ഓളം സഹപ്രവർത്തകര് വിവിധ ജയിലുകളിലായി ഇന്നും തടവറകളിൽ കിടക്കുന്നത്. ഞങ്ങളെയൊക്കെ ഞങ്ങളുടെ നേതാക്കന്മാരെയൊക്കെ അങ്ങ് ജയിലിലേക്ക് അടച്ചാൽ ഈ പ്രസ്ഥാനം തകരുമെന്ന് നിങ്ങൾ കരുതിയോ? ഒന്ന് തകർക്കാൻ പോയിട്ട് ഒന്ന് തളർത്താൻ പോലും നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന ഈ മുന്നിലിരിക്കുന്ന ജനക്കൂട്ടം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇത് കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ അടൂര് മാത്രമല്ല, ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ തെരുവുകളിൽ ഇന്നും നിർഭരമായി സംഘപരിവാറിനെതിരെ തെരുവിലിറങ്ങി പോരാടുന്ന ലക്ഷക്കണക്കിന് അണികളെ തെരുവിലിറക്കാൻ സാധിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് വളരെ വിനയത്തോടുകൂടി പറയുന്നു, ലോകത്തൊരിടത്തും ഒരു രാജ്യത്തും ഒരു കാലത്തും ഇരുട്ടിനെ ഭയന്നിട്ട് നക്ഷത്രങ്ങൾ ഉദിക്കാതിരുന്നിട്ടില്ലടോ. ഇരുട്ടിനെ ഭയന്ന നക്ഷത്രങ്ങൾ ഉദിക്കാതിരുന്നിട്ടില്ല. മൂർഖൻ പാമ്പിനെ കണ്ട് പേടിക്കാത്ത ഈ പിള്ളേരുടെ അടുത്ത് ഓലപ്പാമ്പിനെ കാണിച്ച് നിങ്ങൾ വരട്ടാൻ നോക്കരുത്. ഇത് പിള്ളേര് വേറെ വൈബാണ് സാറേ. അതുകൊണ്ട് എന്താണോ ഈ രാജ്യത്തിന്റെ സമാധാനം പുലരുന്നതെന്ന്, ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ഈ രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന മുഴുവൻ അവകാശങ്ങളും ഒരു രാഷ്ട്രീയ തമ്പുരാക്കന്മാരുടെയും കയ്യൊപ്പില്ലാതെ അനുഭവിക്കാൻ കഴിയുന്ന ജനാധിപത്യത്തിന്റെ മുഴുവൻ അവകാശങ്ങളും അനുഭവിക്കാൻ കഴിയുന്ന ഒരു പുലരി എന്നാണോ ഈ രാജ്യത്ത് ഉദയം ചെയ്യുന്നത്, അന്നാണ് ഞങ്ങളുടെ പോരാട്ടം അവസാനിക്കുക. എന്നാണോ ഈ രാജ്യത്ത് മനുഷ്യരായി നിവർന്നു നിൽക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സാധിക്കുക, അന്നാണ് ഞങ്ങളുടെ പോരാട്ടം അവസാനിക്കുകയുള്ളൂ. ഈ വഴി എളുപ്പമാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ നരേന്ദ്രമോദി മൂന്നാമതും അധികാരത്തിൽ വന്നതുകൊണ്ടോ സംഘപരിവാർ രൂപീകരിക്കപ്പെട്ട് 100 വർഷം തികയുകയാണ്. ഇന്ത്യ രാജ്യം ഹിന്ദുത്വവൽക്കരിക്കുകയാണ്, ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ പോവുകയാണ് എന്ന് പറഞ്ഞതുകൊണ്ടോ പിന്മാറുന്ന ഒരു വിഭാഗമല്ല ഇതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഈ രാജ്യത്തിന്റെ ഗ്രാമങ്ങളിലേക്ക് ഞങ്ങൾ പ്രവർത്തകർ പോയിട്ടുണ്ട്. ഈ രാജ്യത്തെ ആദിവാസി കോളനികളിലേക്ക് ഞങ്ങളുടെ പ്രവർത്തകർ പോയിട്ടുണ്ട്. ആദിവാസി ഊരുകളിലേക്ക്, ദളിത് കോളനികളിലേക്ക്, നഗരപ്രദേശങ്ങളിലെ ചേരികളില് ഞങ്ങളുടെ പ്രവർത്തകർ പണിയെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകര് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ദളിത് കോളനികളിൽ നിന്ന്, ആദിവാസി ഊരുകളിൽ നിന്ന് അവരുടെ കൈ പിടിച്ചുകൊണ്ട്, രക്തബന്ധുക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടപടികളിലൂടെ ഞങ്ങൾ വരും. നടപടികളിൽ നിന്ന് ഇടപടികളിലേക്ക് ഞങ്ങൾ വരും. ഇടപടികളിൽ നിന്ന് പൊതുപടിയിലേക്ക് ഞങ്ങൾ വരും. അങ്ങനെ ഈ രാജ്യത്തിന്റെ മുഴുവൻ വഴികളും അങ്ങ് ഡൽഹിയിലേക്ക് തുറക്കപ്പെടുന്ന, അവിടേക്ക് ലക്ഷ്യം വെക്കുന്ന ഒരു പുലരി വരും. അന്ന് ഈ രാജ്യത്തിന്റെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ, നിങ്ങൾ പിന്നാക്കരെന്ന് വിളിച്ച് മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള, നിങ്ങൾ ആദിവാസികളെന്ന് വിളിച്ച് മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള, നിങ്ങൾ ദളിതുകളെന്ന് വിളിച്ച് മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള, നിങ്ങൾ OBC-കളെന്ന് വിളിച്ച് മാറ്റി നിർത്തിയിട്ടുള്ള ഈ രാജ്യത്തിന്റെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ രാജ്യത്ത് ഭരിക്കുന്നത് വരെ
ഈ രാജ്യത്ത് ചെങ്കോട്ടയിൽ ആഗസ്റ്റ് 15 ഇന്ത്യയുടെ പതാക ഉയർത്തുന്ന പ്രധാനമന്ത്രിയെ ഈ ജനവിഭാഗം സംഭാവന ചെയ്യുന്നത് വരെ ഞങ്ങളെ തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഞങ്ങൾക്കറിയാം നിങ്ങൾ തടസ്സങ്ങൾ സൃഷ്ടിക്കും. ജയിലുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകരെ കൊലപ്പെടുത്തി, ഒരുപാട് രക്തസാക്ഷികൾ ഞങ്ങളുടെ പ്രവർത്തകരെ കൊലപ്പെടുത്തി, പ്രവർത്തനങ്ങൾക്ക് തടസ്സം വരുത്തി നിങ്ങൾ മുന്നിലുണ്ടാകും. ഇതൊന്നും കാണാതെയല്ല, നിങ്ങളെല്ലാം ഞങ്ങളെ പച്ചപ്പരവതാരി വിരിച്ച് സ്വീകരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടല്ല ഞങ്ങൾ ഈ പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ തീർക്കുന്ന എല്ലാ തടസ്സങ്ങളെയും പുറംകാലുകൊണ്ട് ചരിത്രത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് ചവിട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ലോകത്തെല്ലായിടത്തും ഏകാധിപതികൾ എന്തായിരുന്നു എന്ന ചരിത്രം പറയുന്നുണ്ട്. നമുക്കറിയാമല്ലോ ഹിറ്റ്ലർ ആരായിരുന്നു എന്ന. എന്താണ് ഹിറ്റ്ലർ ജർമ്മനിയിലെ ജനങ്ങളോട് ചെയ്തത് എന്ന് നമുക്കറിയാം. ലക്ഷക്കണക്കിന് മനുഷ്യരെ അധികാരം ഉപയോഗിച്ചുകൊണ്ട്, തന്റെ മസിൽ പവർ ഉപയോഗിച്ചുകൊണ്ട്, തന്റെ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട്, മിലിറ്ററിയെയും പോലീസ് സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എത്രയോ ആളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ട്. അങ്ങനെ ഭയം കൊണ്ട് ജനങ്ങളെ വിറപ്പിച്ച ഹിറ്റ്ലർക്ക് ബെർലിനിലെ ഒരു ബങ്കറിൽ ഒളിച്ചിരുന്നു കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാതെ ജനങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് സ്വന്തം പിസ്റ്റൾ ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എങ്കിൽ ലോകത്തെ കിട്ടുകിട്ടാ വിറപ്പിച്ച മുസോളിനിയെ ആ കൊടും ഭീകരനെ ജനങ്ങളെ ആക്രമിച്ച ആയുധത്തിന്റെ സമ്പത്തിന്റെ പട്ടാളത്തിന്റെ ശക്തി കൊണ്ട് ജനങ്ങളെ കൊന്നൊടുക്കിയിരുന്ന മുസോളിനിയെ മിലാനിലെ തെരുവുകളൊക്കെ നാളിൽ തലകീഴായി ജനങ്ങൾ കൊന്ന് തട്ടിത്തൂക്കിയിട്ടുണ്ട് എങ്കിൽ എല്ലാ ഏകാധിപതികളോടും ചരിത്രം കണക്ക് പറഞ്ഞിട്ടുള്ളത് ഈ നിലത്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഞങ്ങൾ ശുഭാപ്തി വിശ്വാസികളാണ്. ഈ പുതുവർഷ പുലരിയിലും ഞങ്ങൾ നിറയെ പ്രതീക്ഷകളോടെയാണ്. കാരണം കണക്ക് പറയാതെ കാലം ഒരിക്കലും കടന്നു പോയിട്ടില്ല. കണക്ക് പറയാതെ കാലം ഒരിക്കലും കടന്നു പോയിട്ടില്ല എന്ന ആ വലിയ സാമൂഹിക യാഥാർത്ഥ്യത്തെ നിങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ഈ ഭരണഘടന നമുക്ക് സംരക്ഷണം തന്നിട്ടുള്ളത് ഈ ഭരണഘടനയാണ്. നമ്മളെ മനുഷ്യനായി കണ്ടിട്ടുള്ളത്, നമ്മുടെ പൂർവികർക്ക് ഈ രാജ്യത്തിലൂടെ നടക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ പുരോഗതി ഈ ഭരണഘടന കൊണ്ടാണ്. ഇന്ന് നമ്മളെ പൊതുനിരത്തിൽ നിന്ന് ആട്ടിയോടിക്കാത്തത്, പൊതുയിടങ്ങളിൽ നിന്ന് നമ്മളെ മാറ്റിപ്പാർപ്പിക്കാത്തത് ഈ ഭരണഘടന നൽകുന്ന സംരക്ഷണം കൊണ്ടാണ്. ജനങ്ങളുടെ കാവലായി ഭരണഘടന ഉണ്ടായിട്ടുണ്ട്. ഇന്നും ജനങ്ങളുടെ കാവലായി ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയെ തകർക്കാൻ, ഭരണഘടന ഇല്ലാതാക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾ സമ്മതിക്കില്ല. ഭരണഘടന ജനങ്ങൾക്ക് കാവലായി ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഭരണഘടനയ്ക്ക് കാവലായി ഇന്ത്യൻ ജനത ഉണ്ടാകുമെന്ന് നിങ്ങൾ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ ഭരണഘടന സംരക്ഷണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് ഒരായിരം വിപ്ലവ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് SDPI, ജയ് PI.